ആനകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെള്ളം തന്നെ എന്ന കാര്യത്തിൽ സംശയമില്ല. നാട്ടാനകളെ സംബന്ധിച്ച് മദപ്പാട് കാലം കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായി വിസ്തരിച്ചുള്ള കഴുക്കിൻ്റെ സമയമാണ്. ദീർഘകാലം മദപ്പാടിൽ നിന്നതിൻ്റെ കറകളെല്ലാം ദേഹത്തു നിന്ന് പോകുന്നതിനായി ഇത് അനിവാര്യം തന്നെ. അത്തരത്തിൽ വിസ്തരിച്ചുള്ള ഒരു കുളിക്ക് മുന്നോടിയായി കുളത്തിലെ നീരാട്ടിനായുള്ള വരവിലാണ് ബാലകൃഷ്ണൻ, കൂടെ ചട്ടക്കാരൻ സുമലാലേട്ടനും. ദീർഘനേരം വെള്ളത്തിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ആനകൾ. ഒരു നാട്ടാനയെ സംബന്ധിച്ച് ഇങ്ങനെയൊരു നീരാട്ടിന് അവസരം കിട്ടുക എന്നത് ഏറെ ഭാഗ്യം തന്നെയാണ്. കുളത്തിനരികിൽ എത്തിയ പാടെ തന്നെ ആനയുടെ ചങ്ങല അഴിച്ചു വെച്ച് ആനയെ കുളത്തിലേക്ക് ഇറക്കിവിടുകയാണ്. അവൻ ആവോളം വെള്ളത്തിൽ ആസ്വദിച്ച് കുളിക്കട്ടെ എന്ന മട്ടിൽ. വെള്ളത്തിലിറങ്ങിയാൽ ഏറെ നേരം കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ആനയാണ് ബാലകൃഷ്ണൻ. ഇറങ്ങി കുറച്ചു നേരത്തേക്ക് ദേഹത്ത് വെള്ളമൊക്കെ ഒഴിച്ച് അനങ്ങാതെ നിന്നുവെങ്കിലും പിന്നീട് ജലകേളികൾ തുടങ്ങി. അന്നേരം തന്നെ എതിർഭാഗത്തെ കടവിലൂടെ ദേവദാസ് എന്ന ആനയെയും വെള്ളത്തിലേക്ക് ഇറക്കിയിരുന്നു. ഒന്ന് മുങ്ങി നിവർന്ന ശേഷം വേഗം തന്നെ ആനയെ കരയിലേക്ക് കയറ്റി. അപ്പോഴും ബാലകൃഷ്ണൻ വെള്ളത്തിൽ കളി തുടരുകയായിരുന്നു. ഏറെ നേരത്തെ നീരാട്ട് മതിയാക്കി വിളിക്കാതെ തന്നെ ബാലകൃഷ്ണൻ കരക്ക് കയറുവാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. കടവിൽ വന്ന് ചട്ടക്കാരൻ്റെ വിളിക്കായി നോക്കി നിൽക്കുകയാണ് ആന. എങ്കിൽ പിന്നെ കയറിപ്പോന്നോളൂ എന്ന് സമ്മതം മൂളി ചട്ടക്കാരനും. അതോടെ അന്നത്തെ ജലകേളികൾ കഴിഞ്ഞു. ഇനി
തൻ്റെ കെട്ടും തറിയിൽ ചെന്ന് വിസ്തരിച്ചൊരു കുളി. അത് കഴിഞ്ഞ് നേരെ ഗുരുവായൂർ അമ്പലത്തിലേക്ക്.